രോമത്തിന് രൂപാന്തരം പ്രാപിച്ച് കൊമ്പുണ്ടായ ജീവി ഏത്? നീർക്കുതിര, കാട്ടുപന്നി, കാണ്ടാമൃഗം, മാൻ. ഉത്തരം കാണ്ടാമൃഗം. ഇതിന്റെ കൊമ്പുകൾ യഥാർത്ഥ കൊമ്പുകളല്ല. അവയിൽ അടങ്ങിയിരിക്കുന്ന കരാറ്റിൻ മുടിനാരിഴകളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ്. ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏത്? തവള, ഉച്ച്, പാമ്പ്, വവ്വാൽ. ഉത്തരം ഉച്ച്. ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിച്ചു പോകുന്ന ജീവിയാണ് ഉച്ച്. മെർക്കുറി ചേർന്ന ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? അമാൽഗം, മഗ്നേലിയം, അൽനിക്കോ, ഡുറാലുമിക്. ഉത്തരം അമാൽഗം. ഒന്നോ അതിലധികമോ ലോഹങ്ങളുള്ള മെർക്കുറിയുടെ ഒരു അലോയാണ് അമാൽഗം. ഏറ്റവും ക്ഷീണം കൂട്ടുന്ന ഭക്ഷണപദാർത്ഥം ഏത്? ചിക്കൻ, പഞ്ചസാര, മധുരക്കിഴങ്ങ്, ബീഫ്. ഉത്തരം പഞ്ചസാര. അധിക പഞ്ചസാര തലച്ചോറിലേക്ക് വളരെയധികം ഗ്ലൂക്കോസ് അയക്കുന്നു. കൂടാതെ അമിതമായ ഗ്ലൂക്കോസ് തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുകയും ക്ഷീണം, വിഷാദം എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും. ഭൂകമ്പം നേരത്തെ അറിയാൻ കഴിവുള്ള ജീവി ഏത്? സിംഹം, പാമ്പ്, ഓന്ത്, നായ. ഉത്തരം പാമ്പ്. ഭൂകമ്പം മുൻകൂട്ടിൽ അറിയാൻ കഴിവുള്ള പല ജീവികളും ഉണ്ടെങ്കിലും കാലില്ലാത്ത പാമ്പിനെ പോലെയുള്ള ജീവികൾക്കാണ് അത് വളരെയധികം മുൻകൂട്ടിൽ അറിയാൻ കഴിയുക. ദഹനത്തിനായി കല്ലുകൾ കഴിക്കുന്ന ജീവി ഏതാണ്? മുതല, മലമ്പാമ്പ്, അനാക്കൊണ്ട, നീർക്കുതിര. ഉത്തരം മുതല. ദഹനത്തെ സഹായിക്കാൻ പാറകൾ കഴിക്കുന്നവയെ ഗ്യാസ്ട്രോലിത്ത് എന്ന് വിളിക്കുന്നു. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യം ഏത്? കേവ് ഫിഷ്, ഗോൾഡ് ഫിഷ്, ഡോൾഫിൻ, പവർ ഫിഷ്. ഉത്തരം ഡോൾഫിൻ. തങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പരസ്പരം അറിയിക്കാൻ ഡോൾഫിനുകൾ ചിരിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെ? ചെന്നൈ, പോണ്ടിച്ചേരി, മുംബൈ, എറണാകുളം. ഉത്തരം മുംബൈ. ആദ്യ ഫീച്ചർ ഫിലിം രാജാ ഹരിശ്ചന്ദ്രയുടെ ഛായാഗ്രഹണത്തിന്റെ വികാസത്തിൽ മുംബൈ നിർണായകമായ പങ്കുവഹിച്ചു. അതിനുശേഷം ഒരു നൂറ്റാണ്ടോളം ഇന്ത്യൻ ചരിത്ര വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമായി മുംബൈ. കലണ്ടർ വീട്ടിൽ ഏതു ഭാഗത്തേക്ക് തൂക്കുന്നതാണ് ദൗർഭാഗ്യം? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഉത്തരം തെക്ക്. തെക്കുഭാഗത്തേക്ക് തിരിഞ്ഞ് കലണ്ടർ തൂക്കുന്നത് ദൗർഭാഗ്യമാണെന്നാണ്. തെക്കുഭാഗം ഒഴിച്ച് ബാക്കി ഏത് ദിശയിലേക്കും കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ്. ഓരോ ഭാഗത്തിനും ഓരോ ഫലങ്ങളാണെന്നേയുള്ളൂ. ഔദ്യോഗികമായി സെക്സിനെ ഒരു കായിക ഇനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തര കൊറിയ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. ഉത്തരം സ്വീഡൻ. ലൈംഗികതയെ കായിക വിനോദമാക്കാൻ തീരുമാനിച്ച ആദ്യ രാജ്യമായി സ്വീഡൻ. പക്ഷേ പ്രാവർത്തികമാക്കിയ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കണ്ട. അപ്പോൾ